ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിലിയ ഹെയർ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ വെയിറ്റ് ചെയ്ത് ഒരു ലോങ് വീഡിയോ ചെയ്യാണ്. നമ്മുടെ പെരുന്നാൾ രാവും പെരുന്നാളത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് തലേദിവസം നോമ്പൊക്കെ എടുത്തിട്ട് കുറച്ച് ബുക്ക് മേടിക്കാനായിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആക്ച്വലി എനിക്കല്ല ബുക്ക് മേടിക്കാനുള്ളത്, വേറൊരു ഫ്രണ്ടിനാണ്. പിന്നെ അത്യാവശ്യമായെന്ന് പറഞ്ഞ കാരണം നമ്മൾ ഉച്ചയ്ക്ക് ആ ടൈമിൽ ഇറങ്ങി. നോമ്പെടുത്ത കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി അവരെയും കാണാമല്ലോ ബുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണിക്കുന്നതൊക്കെ പെരുന്നാൾ രാവിലെ നൈറ്റത്തെ വിശേഷങ്ങളൊക്കെയാണ്. നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ നേരെ മുത്തപ്പൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം ഇപ്പോൾ ഉമ്മ അവിടെയാണുള്ളത്. അങ്ങനെ അവിടെ നിന്ന് മെഹന്തി ഇടലും പരിപാടികളൊക്കെയാണ്. ഇങ്ങനെ ഇരുന്ന രാത്രി 12 മണി വരെ ഇങ്ങനെ ഓടിക്കോളും. ഒരാൾ ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്താക്ക് മെഹന്തി ഇടാനായിട്ട്. അങ്ങനെ മെഹന്തി ഇട്ട് ക്ഷീണിച്ചിരിക്കുന്ന ടൈമിൽ ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജ്യൂസ് കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു ബാക്കി പരിപാടി. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കന്മാർ കുറേ പടക്കങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായി. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പൂത്തിരിയും അതല്ലാത്ത കുറേ പടക്കം ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും വീട്ടിൽ വെച്ച് പൊട്ടിക്കണ്ട പറഞ്ഞിട്ട് റോട്ടിലേക്ക് ഇറങ്ങി. കാരണം റോട്ടിലാകുമ്പോൾ കുറച്ചും കൂടി എല്ലാവർക്കും സ്പേസൊക്കെ നിന്ന് പൊട്ടിക്കാം. അങ്ങനെ എല്ലാവരും, ഞാൻ പിന്നെ കമ്പിത്തിരി മാത്രമായിട്ട് എടുത്തുള്ളൂ, അതിനുള്ള ധൈര്യമാണ് എനിക്കിപ്പോൾ ഉള്ളൂ. അങ്ങനെ കമ്പിത്തിരിയൊക്കെ ഞാൻ ഒരെണ്ണെടുത്ത് കത്തിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ടായി. പിറ്റേ ദിവസം രാവിലെ തന്നെ തക്ബീറൊക്കെ കേട്ടു. എനിക്ക് ഈ തക്ബീർ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. നമ്മുടെ ചൈൽഡ്ഹുഡിൽ പെരുന്നാളൊക്കെ തിരിച്ച് കിട്ടിയൊരു വൈബാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെഹന്തി ഉണങ്ങിയോ ചുമന്നോ എന്നൊക്കെ നോക്കുന്ന പരിപാടിയാണ്. തലേ ദിവസം ലേറ്റായിട്ട് മെഹന്തി ഇട്ടാണ്. പിന്നെ ഞാനത് കഴുകി കളഞ്ഞില്ല, ചുമക്കോ എന്നുള്ള പേടിയുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സ്റ്റെയിനാണ് ഇഷ്ടം. ഒരുപാട് അങ്ങനെ കറക്കാനും പാടില്ല. ഒരു ഓറഞ്ച് ടച്ച് വരുന്നൊരു ഷെയ്ഡാണ് എനിക്കിഷ്ടം. എനിക്കതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായി. ഈ ഡിസൈൻ ആരായിട്ടെന്ന് ചോദിക്കേണ്ട, ഇത് ഞാൻ എളുപ്പത്തിൽ ഞാൻ തന്നെ കാട്ടിക്കൂട്ടിയതാണ് കേട്ടോ ഗൈസ്. പിന്നെ രാവിലെ തന്നെ എത്ര ടൈം ഉണ്ടായാലും തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമാണ് നമ്മൾ ഓൾട്ടർ ചെയ്യാനും ഷേപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഡ്രസ്സ് കുറച്ച് വലിപ്പം കൂടുതലുണ്ടായി. അപ്പോൾ അതൊന്ന് സെറ്റാക്കണ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്തവണ ഒരുപാട് ആഡംബരമൊന്നുമില്ല, ചെറുതായിട്ടൊരു സിമ്പിൾ പ്രിൻ്റഡ് കുർത്തി, അതും കോട്ടൺ കുർത്തിയാണ് ഇത്തവണ നമ്മൾ എടുത്തത്. വലിയ പെരുന്നാൾക്ക് സാധാരണ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യലുള്ളത്. അങ്ങനെ അതൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. രാവിലെ തന്നെ നല്ല അടിപൊളി പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നിട്ടാ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ കുളിച്ചു മാറ്റിയിട്ട് എല്ലാവരുടെയും പോവാനായിട്ടുള്ള നിപ്പാണ് ഈ കാണുന്നത്, മൂത്താപ്പന്മാരുടെയും ഒക്കെ വീട്ടിൽ. അങ്ങനെ അവർ വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോയത്. നമ്മുടെ സ്കൂട്ടിയിൽ ശരിക്കും പോകാനുള്ള ദൂരമില്ല, പിന്നെ അടുത്ത് തന്നെയാണ്. പിന്നെ വെയിലടിക്കണ്ട വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ പോണത്. അങ്ങനെ നേരെ എല്ലാവരും പാടെ ഒരുമിച്ച് അവിടെ എത്തി. നമ്മൾ കഴിഞ്ഞ പെരുന്നാൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മൾ ആദ്യം പോണത്. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കുന്നതും കുറേ വർത്താനം പറയുന്നതും. പെരുന്നാളിൻ്റെ ഒരു മുക്കാഭാഗവും നമ്മൾ ഇവിടെ തന്നെയായിരിക്കും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇത്തവണ ഉമ്മ ഇവിടെ ആയ കാരണം നമ്മളെല്ലാവരും കൂടെ ഇവിടെ വന്നിട്ടുണ്ടായി. അങ്ങനെ ഉമ്മാനെ കൂടെ നമ്മൾ തംസപ്പൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കുറേ നേരം സംസാരിച്ചും പിന്നെ മിറർ സെൽഫി കണ്ടാൽ നമ്മളെല്ലാവരും വിടില്ല, നമ്മളൊട്ടും മോശമല്ലാട്ടോ ആരും. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെയൊക്കെ ഉണ്ടായി, എങ്ങനെയാണ് ഡ്രസ്സ് എടുത്തത്, വെസ്റ്റേൺ ആണോ അതോ എത്നിക് ആണോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ എടുക്കണം നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയപ്പോൾ ലൈം അടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്നാക്സ് ആയിട്ട് അച്ചപ്പവും ഇതൊക്കെ കൊണ്ടു വച്ചിട്ടുണ്ടായി. പിന്നെ നമ്മളെല്ലാവരും ഇതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ ഗൈസ്. വെള്ളം കുടിക്കുക, കഴിക്കുക, എല്ലായിടത്തും പോയിട്ട് ഇനി ഇതന്നെയാണ് പരിപാടി. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് അച്ചപ്പവും എടുത്തിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അച്ചപ്പം ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അച്ചപ്പവും എല്ലാം ആസ്വദിച്ച് കഴിച്ചിട്ട് എല്ലാവരും പഴയ പെരുന്നാളും പുതിയ പെരുന്നാളും ഒക്കെ കമ്പയർ ചെയ്യലാണ്. പൊതുവെ നമുക്കൊക്കെ ഇവിടെ ചെറിയ പെരുന്നാളാണ് കുറച്ചുകൂടെ ആഘോഷം. വലിയ പെരുന്നാൾ അത്രയും അങ്ങോട്ട് അടിപൊളിയാവാറില്ല. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് മെയിനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഡ്രസ്സ് എടുക്കലും ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ചെറിയ പെരുന്നാളാണ്. വലിയ പെരുന്നാൾ അങ്ങനെ എടുക്കലില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്നു. അങ്ങനെ ഇവിടെ ഇരുന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പഴയ കുറേ സിനിമാ പാട്ടൊക്കെ വെച്ചിട്ടാ സ്പീക്കറിനകത്ത്, എന്നിട്ട് അതിനകത്തിരുന്ന് അത് കേൾക്കുക. ഒരാൾ ഫുൾ ആൽബം സോങ് വെക്കുമ്പോൾ അയാളെ കളിയാക്കുക. ഇതൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കൽ തന്നെയാണ് കൂടിക്കഴിഞ്ഞാൽ മെയിൻ പരിപാടി. പിന്നെ ഇവിടെ രണ്ടാവന്മാർ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്താണ്. ബാക്കി ഇവിടെ
ഭൂലോകം ഇടിഞ്ഞു വീണാലും അവരറിയാനായിട്ട് പോകണില്ല. അങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. ഫോട്ടോസ് എടുക്കാൻ പോയപ്പോൾ ഫോട്ടോസ് എടുക്കണ തിരക്കിൽ ഫോട്ടോസ് എടുക്കണത് കാണിക്കാനുള്ള വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാ കസിൻസിൻ്റെയും വീട്ടിലൊക്കെ പോയി അതിൻ്റെ ഒന്നും ക്ലിപ്സ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരൊക്കെ ബൈ പറഞ്ഞ് പോയി. ഞാൻ നേരെ വീട്ടിലേക്ക് പെരുന്നാൾ ബിരിയാണി കഴിക്കാനാണ് പോയത്. എല്ലാ തവണയും ചിക്കനും ബീഫൊക്കെയാണ്. ഇനി ഉച്ച കഴിഞ്ഞ ഒരു ലോഡ് ബീഫൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ സ്പെഷ്യലായിട്ട് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ കൈസ് ഉണ്ടാക്കിയത്. വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയോണ്ടാന്ന് തോന്നുന്നു. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പെരുന്നാൾ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ആസ്വദിച്ച് പെരുന്നാൾ ബിരിയാണിയും കഴിച്ചിട്ട് ഒരു ഉറക്കം. അത്രയൊക്കെ തന്നെയാണുള്ളൂ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം സിലിയ ഹിയർ. എല്ലാവർക്കും ഒരു വൈകിയ ഈദ് മുബാറക്.